ഈ ഫോട്ടോ കൊള്ളാലോ. ആടാ ഈ സമയത്തൊക്കെ നീ നീതുവിന് ഗർഭമായിരുന്നു പറഞ്ഞിരിക്കായിരുന്നു. താനും എത്ര മോശം. അതേടാ നല്ല നോക്കി എനിക്ക് വയ്ക്കണേ. ഇത് മതിയോ? ഗുഡ് മോർണിംഗ് എടത്തി. ഗുഡ് മോർണിംഗ്. സാധാരണ നേരത്തെ എഴുന്നേക്കാറിലാണല്ലോ, ഇന്നും തോറ്റി. 4 ദിവസം മാറി കിടന്നിട്ട് ഉറക്കം ശരിയായില്ല. ഇന്നലെ നന്നായിട്ട് ഇറങ്ങി. പേസ്റ്റ് എവിടെ? ഇതായിരുന്നു. കേട്ടില്ലോടവള് പറഞ്ഞ എന്ത്? അവക്ക് ഈ വീട്ടിൽ വന്നപ്പോഴാ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയതെന്ന്. എന്ന് വെച്ചാ എന്താ അർത്ഥം? എന്താ ഇടാ, അവൾക്ക് ഈ വീട് സ്വന്തം വീടാണെന്നല്ലേ? അവിടെ താമസിച്ച വീട്ടില് നിറയെ കൊതുകായ ഉണ്ടാവാലോ. ചായ എടുക്കട്ടെ? വേണ്ട, ആദ്യം ഒന്ന് ഫ്രഷ് ആവട്ടെ. ജോലിക്ക് പോണം. അതിനെന്തിനാ സങ്കടപ്പെടുന്നേ? 3-4 ദിവസം ജോലിയായിട്ടിരുന്നിട്ട് ഇന്ന് പോണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. ഒരു കാര്യം ചെയ്യാം, അടുത്ത മാസം വീണ്ടും നമുക്കൊരു ട്രിപ്പ് പോവാം. അയ്യോ, ഇനി ലീവൊന്നും പെട്ടെന്ന് കിട്ടില്ല. 6 മാസത്തേക്ക് നല്ല തിരക്കുവാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അത് കഴിഞ്ഞു പോവാം. ഓക്കെ, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം സുഭാഷ് ഏട്ടാ. നിനക്ക് ചായ വേണ്ടേ? വേണ്ട. എന്നാ ഞാൻ ദോശ ഉണ്ടാക്കാം. ഇത് കൊള്ളാം. കേട്ടാ, 6 മാസം കഴിഞ്ഞ് ടൂർ പോവാന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞത് കേട്ടാ നിങ്ങള്? ഓക്കേന്ന്. അതിനെന്താ വേണ്ട? ഇടാ, അതിന്റെ അർത്ഥം അവൾക്ക് എന്റെ കൂടെ വരാൻ ഇഷ്ടമുണ്ടെന്നല്ലേ? അങ്ങനെ സുധീഷേട്ടനോപ്പാ? എന്താടാ? ഇവനെന്താ ഇവിടെ? ഹലോ. അതെ, നിങ്ങളുടെ കസിൻ നിധി ഉണ്ടല്ലേ? ഉണ്ട്. 2-3 ദിവസമായിട്ട് ഓഫീസിലേക്ക് കാണാനില്ല. ഒന്ന് അന്വേഷിച്ചിട്ട് പോകാന്ന് കരുതി. അല്ല, അതിനോട് ലീവ് പറഞ്ഞാണല്ലോ. അത് ബ്രദർ, പക്ഷെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖം എന്തെങ്കിലും ഉണ്ടോന്ന് അറിയണമല്ലോ. നിധി ഓക്കെ അല്ലേ? നിധി ഓക്കെയാണ്, പക്ഷെ അത് അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ദൂരം വന്ന എന്തിനാന്ന് മനസ്സിലാവാത്തെ? അതങ്ങനല്ല, ഞാൻ ഇതിലെ പോയപ്പോ നിധിയുടെ വീട് ഇവിടെയാണല്ലോ, അപ്പൊ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. ഈ വഴിയെ പോയപ്പോ കേറിയതാണല്ലേ? അതെ. ഞാൻ കരുതി ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നതാണ്. നമസ്കാരം. നമസ്കാരം. എന്തെങ്കിലും പുറത്ത് നിൽക്കുന്നേ? അകത്തേക്ക് വരൂ. ഇടാ, ഇങ്ങനെ പുറത്ത് നിർത്തിയാണോ സംസാരിക്കുന്നേ? അകത്തേക്ക് വരൂ. സുഭാഷ് വരൂ. നിധി, ആരാ വന്നിരിക്കുന്നു നോക്കിയേ. പിന്നെ മുഖ്യമന്ത്രി നേരിട്ട് വന്നിരിക്കല്ലേ? ഈ സുഭാഷ് ചേട്ടനെ കൊണ്ട് തോറ്റു. എന്താ സിദ്ധാർത്ഥ ഇവിടെ? നിധിയെ 3-4 ദിവസമായിട്ട് കണ്ടില്ല. ഞാൻ ലീവ് പറഞ്ഞിരുന്നല്ലോ. അത് ശരിയാ, പക്ഷെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളൊരു ടെൻഷൻ, അതാ വന്നത്. ഞാനേ ചായ എടുക്കാം. ഹായ്. അപ്പോ അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ? അയ്യോ ഇല്ല. ഞാനിതിലെ പോയപ്പോ നിധി ഓർത്തു, അതാ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങായിരുന്നു. ഓ, ഈ സംസാരം എങ്ങനെ ഒന്ന് അവസാനിപ്പിക്കുക? ഞങ്ങള് വീട്ടുകാരെല്ലാരും കൂടി തറവാട്ടമ്പലത്തിൽ പോയതായിരുന്നു, അതാ ലീവ് എടുത്തത്. ഓ അത് ശരി. ഓ, അപ്പൊ ഞാനാ വെറുതെ ടെൻഷൻ അടിച്ചത്. താങ്ക് യു. നന്നായിട്ടുണ്ട്.
ഗ്ലാസ് ഇങ്ങനെ ഏ? എടാ ആ ഗ്ലാസ് ഇങ്ങ് തരാൻ. നികേഷേ ഇത് പിടിച്ചേ. ഇനി എഴുന്നേക്ക്. ഏയ് എഴുന്നേക്കടാ. ഏയ് സുധീഷേട്ടാ. കുറെ നേരമല്ല നീ ഇവിടെ ഇരുന്ന് നിഗളിക്കുന്നത്. ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ പോയി നീ ഇങ്ങനെ ഒന്ന് അന്വേഷിക്കൂ. അല്ല ഏയ്, ദാ, കുറെ നേരമല്ല നീ ഇവളോട് പല്ലടിച്ച് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്. എടാ അവള് ലീവ് തന്നിട്ടല്ലേ വന്നേ, പിന്നെ എന്തിനാടാ അവളെ ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്നത്? സുധീഷ വേണ്ട. ചുമ്മാ ഇരിക്കുന്ന നീ. കുറെ നാളെ ഞാൻ ഓങ്ങി വെച്ചിരിക്കാൻ നിന്നെ. എന്റെ വീട്ടിൽ വന്ന് നീ അവളുടെ മുമ്പിൽ സ്കോർ ചെയ്യുവാണല്ലേ? ചെയ്യൂടാ നീ, ചെയ്യൂടാന്ന്. സുധീഷേ. ഇങ്ങോട്ട് വാടാ. ഏയ്, നിന്റെ ഒരു സുധീഷേ. സുധീഷ ഇങ്ങോട്ട് വാടാ. ഏയ്, സുധീഷേട്ടാ. വേണ്ടാന്ന്. ഏയ്, എന്തീ കാണിക്കുന്നേ? സുധീഷേ. സുധീഷ ദാ, സുധീഷേ. എനിക്ക് ചിരട്ട കണ്ടില്ലേ? കാണിച്ചോടാ. ദാ, ഇയാൾക്ക് നീ എന്താ തറയിലേക്ക് തുറപ്പിച്ചു നോക്കിയിരിക്കുന്നത്? എന്തായാലും ഞാൻ വിചാരിച്ച പോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഭാഗ്യം. അങ്ങനെ വിചാരിക്കാൻ നീ ആരാടാ? വരട്ടെ. നിധി പെട്ടെന്ന് റെഡിയായ നമുക്ക് ഒരുമിച്ച് പോവാം. അയ്യോ വേണ്ട, സിദ്ധാർത്ഥ പോയിക്കോ. ഹേയ് എനിക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. അല്ല നിധി വന്നോളൂ, ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് ഇറങ്ങാറുള്ളതേ. നിങ്ങൾ വെക്കോ, ചെല്ല്. ആ ഓക്കെ ശരി. അപ്പൊ ശരി, ഞാൻ പോട്ടെ. പോയിട്ട് വരാം. അപ്പൊ നിധി ഓഫീസിൽ വെച്ച് കാണാം. ശരി. അവന്റെ ഒരു സുഖാന്വേഷണം. അവനാളത്ര ശരിയല്ലെന്നാ തോന്നുന്നേ. എന്താ ആളെ ഏട്ടത്തെ അന്വേഷിച്ചു വന്നോണോ? ആ അതെ. എടാ അയാൾ എന്തിനാ നിധി അന്വേഷിച്ചിട്ട് വരുന്നത്? ഇതിലേ പോയപ്പോ വെറുതെ കേറിയാന്ന് സിദ്ധാർത്ഥ പറഞ്ഞില്ലേ? പിന്നെ വെറുതെ കയറി ഇതെന്താ വല്ല ശത്രു? ദാ, അവിനാശ് പണിക്ക് വന്നില്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചു പോയില്ലേ? സുഭാഷ് ചേട്ടാ അവിനാശിനെ അന്വേഷിച്ച് സുഭാഷ് ചേട്ടൻ പോകുന്ന പോലെയാണോ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുന്ന നിധി അന്വേഷിച്ച് അയാൾ കയറി വരുന്നത്? എന്താ വ്യത്യാസം? അയ്യോ ഒന്നുമില്ല. ചെന്നേ അടുക്കളയിലല്ല പണിയുണ്ടെങ്കിൽ അത് നോക്ക്. അയ്യോ ഉപ്പേരി കിട്ടുന്നുണ്ട്, അത് മറന്നു. അത് തന്നെ പോ, അതാ നല്ലത്. ഞാനും ഇറങ്ങാം, കൊറേ വണ്ടി കൊടുക്കാനുള്ളതാ. ഇനി അവൻ വഴിയിലെങ്ങാനും വെയിറ്റ് ചെയ്യായിരിക്കൂ. നിധി നിധി ഏതെങ്കിലും വലിയ കമ്പനിയിൽ ജോലി കയറാൻ നോക്കൂ കേട്ടോ. ഇത് വിടുന്നതാണ് നിധിക്ക് നല്ലത്. അയ്യടാ, ജോലിക്ക് കയറിയിട്ട് 2 മാസം ആവുമ്പോഴേക്കും ഞാൻ ജോലി വിടാനോ? സുധീഷിന് എന്താ വട്ടുണ്ടോ? പോ. വട്ടല്ലേ എനിക്ക് അല്ലേ? ഹലോ, വട്ട് സുധീഷേട്ടൻ നേടാ. നിന്നും ഇവൻ വള്ളിയായല്ലോ. സുഭാഷേട്ടാ, സുഭാഷേട്ടാ, സുഭാഷേട്ടാ. എന്തിനിങ്ങനെ ഓടി കതച്ച്? സുഭാഷേട്ടനെ കണ്ടപ്പോ വന്നതാ. ആ സുഖല്ലേ? അതെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ മനസ്സിലായി, അറിഞ്ഞായിരുന്നു. വീട്ടുകാർ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയല്ലേ? എങ്ങനെയെങ്കിലും ആരെ കൊണ്ടെങ്കിലും കെട്ടിച്ചാൽ മാത്രം മതി എന്നായിരിക്കും അല്ലേ? സുഭാഷേട്ടന് മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ അവിടെ കഴിയുന്ന എങ്ങനെയായിരിക്കും? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താ ഞാൻ അവിടെ കഴിയുന്നത്. എന്നിട്ട് പോലും എന്നെ പറ്റിച്ച് അവർ കല്യാണം കഴിപ്പിക്കാൻ നോക്കി. അപ്പോഴോ
ഞാൻ ഒരു കാര്യം പറഞ്ഞാ തെറ്റിദ്ധരിക്കുവോ? നീ പറഞ്ഞ മോളെ, ആ വീട്ടിൽ ഇനി എത്ര കാലം കഴിയുമെന്ന് എനിക്കൊരു പിടിയില്ല. എങ്ങനെങ്കിലും അവരെന്റെ കല്യാണം നടത്താൻ ശ്രമിക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവരെന്നെ എന്തെങ്കിലും ചെയ്യും. എന്റെ ആങ്ങളൊരു പിശാചാ. ദുരഭിമാനക്കൊല്ലാന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുവരെ സംഭവിക്കും. ഏയ് അങ്ങനൊന്നും പറയില്ല. സത്യ സുഭാഷേട്ടാ, അതെന്റെ വീടാണെന്നൊരു തോന്നല് എനിക്കിപ്പോഴില്ല. അവിടെ ഉള്ളവരെല്ലാം എനിക്കെതിരെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? ഹരീഷിനെ കിട്ടിയ ആത്മഹത്യ ചെയ്യുന്നൊക്കെയാ അച്ഛനമ്മയും പറയുന്നത്. എന്നാലും ഞാൻ തീരുമാനം മാറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ ഊഹിക്കാലോ. അതെ സുഭാഷേട്ടാ, ഇങ്ങനത്തെ ഒരു അവസ്ഥയില് എത്ര നാൾ കഴിഞ്ഞു പോകുന്നു എനിക്കറിയില്ല. ഞാൻ പറയണ സുഭാഷേട്ടന് മനസ്സിലാവുന്നുണ്ടോ? മോളെ, ഞാൻ എത്ര പിടിവാശി പിടിച്ചാലും എന്റെ വീട്ടുകാർ ഹരീഷുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുമെന്ന് സുഭാഷേട്ടൻ വിചാരിക്കുന്നുണ്ടോ? അവർക്ക് ഹരീഷിനോടുള്ള ദേഷ്യം ഇഷ്ടപ്പെടുന്നു കുറയാൻ പോകുന്നില്ല. അവർക്ക് വേണ്ടി ഞാൻ ഹരീഷിനെ മറക്കാനും പോകുന്നില്ല. പിന്നെയുള്ള ആകെ ഒരു വഴി ഹരീഷിനെ വിവാഹം കഴിച്ച് ഞാൻ അങ്ങോട്ട് വരും എന്നുള്ള മാത്രം. ഒരു തവണ ഞാനത് ചെയ്തതാ. അന്ന് ഹരീഷ് തന്നെ എന്നെ തിരിച്ചുകൊണ്ടാക്കി. അന്ന് എന്നോട് ഹരീഷ് പറഞ്ഞെന്താണെന്നറിയാവോ? സുഭാഷേട്ടന്റെ കല്യാണം കഴിയാതെ അവൻ എന്നെ വിവാഹം കഴിക്കില്ലെന്നാ. ഞങ്ങളുടെ വിവാഹം നടന്ന സുഭാഷേട്ടന്റെ കല്യാണം ഒരിക്കലും നടക്കില്ലെന്നാ അവന്റെ പേടി. സുഭാഷേട്ടന്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവനൊന്നും മിണ്ടിയില്ല. അതിനർത്ഥം സുഭാഷേട്ടൻ കിട്ടിയില്ലെങ്കിൽ അവൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്നല്ലേ? അപ്പോ ഇത്രയും കാലം അവന്റെ പുറകെ നടന്ന ഞാൻ ആരായി? ഹരീഷിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ സുഭാഷേട്ടന്റെ വിവാഹത്തിന് മുമ്പ് ഞങ്ങളുടെ നടന്ന അത് സുഭാഷേട്ടന്റെ ലൈഫിനെ ബാധിക്കാനിടയുണ്ട്. അതാണ് പിന്നെ ഞാനും വീട്ടിലോട്ട് തിരിച്ചു പോയേ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി പിടിച്ചിരിക്കാൻ പറ്റില്ല. അവരുടെ പ്ലാൻ എന്താണെന്ന് ഒരു പിടിയില്ല. ഞാനത് ഹരീഷിനോടും പറഞ്ഞതാ. അവനൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞ്. ഒരേ ഒരു പോംവഴിയേ ഇതിനുള്ളൂ. സുഭാഷേട്ടൻ വേഗം ആരെങ്കിലും കല്യാണം കഴിക്കണം. അത് നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ വിവാഹം നടക്കില്ല. അങ്ങനെയൊന്നുമില്ല നീതു. എന്റെ വിവാഹവും ഇതും തമ്മിൽ എന്താ ബന്ധം? ഞാൻ ഹരീഷിനോട് സംസാരിക്കാം. അയ്യോ, അതൊന്നും വേണ്ട. അതോടെ അവൻ എന്നെ ഉപേക്ഷിക്കാനും മടിക്കില്ല. സുഭാഷേട്ടൻ എന്ന് വെച്ചാൽ അവൻ അത്രയ്ക്കും ജീവനാ. എങ്ങനെങ്കിലും സുഭാഷേട്ടൻ്റെ കല്യാണം സെറ്റാക്കിയാ പിന്നെ ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആവും. ഹരീഷ് ഒരിക്കലും ഇത് സുഭാഷേട്ടനോട് പറയില്ല. സുഭാഷേട്ടനൊരു തടസ്സമാവുമെന്ന് വിചാരിക്കുന്ന അവന്റെ പേടി. സുഭാഷേട്ടനെ ഒരു തടസ്സമായിട്ട് കണ്ടിട്ടല്ല ഞാൻ ഇത് പറയണേ. എന്റെ അവസ്ഥ നോക്കണല്ലോ. സോ പ്ലീസ്, എത്രയും പെട്ടെന്ന് ഒരു കല്യാണം സെറ്റാക്കണം. ഞാൻ വരട്ടെ. ഞങ്ങൾ തനിയെ പോയിക്കോളില്ലേ? നിങ്ങൾ എന്തിനെങ്ങനെ കൂടെ വരുന്നേ? ഞാനതിന്റെ ബസ് സ്റ്റോപ്പ് വരെയല്ലേ വരുന്നുള്ളൂ. അല്ലാതെ ബസ് കയറി കൂടെ ഒന്നും വരാൻ പോകുന്നില്ലല്ലോ. അവള് വന്നില്ലേ? വരാൻ സമയമായില്ലോ. എന്താടാ എടുത്ത വൈദ്യം കേട്ടത് പോരെ? ഇവനെന്തു പറ്റി? വരാറായില്ലേ? നീ ഇതാരെയാ നോക്കുന്ന? ആരെയാ നോക്കുന്നേന്ന്? ഞാനാരെ നോക്കാൻ? എന്താടാ? നിന്റെ ചിരിയിലൊരു വശപ്പശക ഉണ്ടല്ലോ. സാറിനെ കാണാൻ ചിലര് സ്ഥിരമായിട്ട് ബസ് സ്റ്റോപ്പിൽ എത്താറുണ്ട്. അതാ. അതാര്? അത് എടുത്തേക്ക് എന്താ വെറുതെ ഓരോന്ന്. ശരിക്കും എടുത്തേക്ക് എന്താ വെറുതെ ഓരോന്ന്. ശരിക്കും
ആണല്ലേ? ഡേയ്, അതാണാ? ആണാ? ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്കല്ലേ. അതിലേതാടാ? റെഡ് ഷോളാണോ വൈറ്റ് ഷോളാണോ? റെഡ് ഷോൾ, റെഡ് ഷോൾ. ഷോൾ. ഇതേതായി കുട്ടി? മറ്റേത് ജോസേട്ടന്റെ മോള് ജിസ. ജിസ? പക്ഷെ ഈ കുട്ടി ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഈ നാട്ടിലെ എല്ലാ പെൺകുട്ടികളുടെ സെൻസസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അല്ല, ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളല്ലേ നിധി. പ്രസവിച്ച് വീണ കുഞ്ഞുങ്ങൾ മുതല് മുതുക്കി കിളവിമാരവരെ എനിക്കറിയാം. അയ്യോ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞല്ല. നാട്ടിലുള്ള ആൾക്കാരില്ലേ. ശ്ശേ. ഹായ്. വന്നതും ആ കുട്ടി കയറിപ്പോയല്ലോടാ. പോയാ? നിങ്ങൾ രണ്ടൊരു അടി ഉണ്ടാക്കായിരുന്നില്ലേ? ആ കുട്ടി എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എടാ, അങ്ങനെ നോക്കി നിന്നോണ്ടായില്ല. നമ്മളായിട്ട് അങ്ങോട്ട് ചെന്ന് സംസാരിക്കണം. വെറുതെ ഇടിച്ചു കയറി ഓരോന്ന് പറഞ്ഞ് നമ്മളായിട്ട് അവിടെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കണം. എന്നാലേ കാര്യങ്ങൾ നടക്കൂ. ഇതൊക്കെ ചോദിക്കണ്ട എന്റെ അടുത്ത്. ചോദിക്കായിരുന്നില്ലേ? അല്ല, അയ്യോ വെറുതെ നിധി. അവനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. ആ, വേണ്ടായിരുന്നു. എന്തിങ്ങനെ ഇരിക്കണേ? ഏയ്, ഒന്നുമില്ല. നല്ല സുഖം തോന്നുന്നില്ല. വേണമെങ്കിൽ വീട്ടിലോട്ട് പൊക്കോ, ഇവിടെ എല്ലാം ഞാൻ നോക്കണം. സാരമില്ല, നീ തുടങ്ങിക്കോ. അവിനാശേ വന്നേ. അന്ന് ചാന്ദിനി അന്വേഷിച്ച് വീട്ടുകാർ വന്നിട്ട് എന്തായി? അവർ വന്ന് മടങ്ങിപ്പോയി. അന്ന് നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവർ ചാന്ദിനിയെ കൊണ്ടുപോയേനെ. എന്റെ അമ്മയ്ക്ക് അവൾ എന്റെ കൂടെ ഉണ്ടെന്ന് അറിയാം. അമ്മ പറയില്ല. അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് അമ്മയ്ക്ക് താല്പര്യമില്ല. ഇഷ്ടമില്ലാത്ത വിവാഹം നടത്തരുത് അവിനാശേ. ഇല്ല ഭയ്യ, അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യൂല. ചെല്ല്. ആ, സുഭാഷേ, സുഭാഷേ. ആ ചേട്ടാ വാ. എന്താ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞേ? അത് എന്റെ കല്യാണ കാര്യത്തെ പറ്റി സംസാരിക്കുന്നത്. അത് കൊള്ളാലോ. സാധാരണ ഞാൻ ഏതെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരുമ്പോ പോകുമെന്നുള്ളതല്ലാതെ താൻ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടാറില്ലല്ലോ സുഭാഷേ. ഇനി അങ്ങനെ നോക്കിയാൽ പറ്റില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. ദേ, പെണ്ണ് എവിടെ നിന്നായാലും വേണ്ടില്ല, എങ്ങനെയുള്ള ആളായാലും വേണ്ടില്ല. എന്താണ് അത്രക്ക് ധൃതി? എനിക്ക് കല്യാണം കഴിക്കാനുള്ള ധൃതി കൊണ്ടല്ല കേട്ടാ. എന്റെ കല്യാണം കഴിയാതെ ഹരീഷ് വിവാഹം കഴിക്കലെന്നുള്ള പിടിവാശി. അതാ. നിനക്ക് മുമ്പ് സുധീഷ് കേട്ടില്ലേ? പിന്നെ അതാ ഹരീഷിന് കെട്ടിക്കൂടെ? അതുകൊണ്ട് തന്നെ ഹരീഷ് അങ്ങനെ ചെയ്യില്ല എന്ന് വാശി പിടിക്കുക. ഞാൻ കാരണം അവന്റെ ജീവിതത്തെ ബാധിക്കരുത്. ഞാനെന്താടാ പെണ്ണുങ്ങളെ കേസിലായിട്ടുണ്ട് നടക്കുക? എടാ, തനിക്ക് വേണ്ടി എത്ര ആലോചനകളാ ഞാൻ കൊണ്ടുവന്നേ.
ഇക്കാലത്ത് ആണുങ്ങളെ കാട്ടിയും പെൺകുട്ടികൾക്ക് ഡിമാൻഡ് കൂടുതലാ സുഭാഷേ. നന്നായിട്ട് പഠിച്ചിരിക്കണം, നല്ല ശമ്പളം വേണം, വീട് നന്നായിരിക്കണം, അങ്ങനെ ഒത്തിരി ഡിമാൻഡുകളാ. പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാമല്ലോ. എന്തായാലും ഞാൻ നോക്കാം. നല്ല കുടുംബത്തിൽ നിന്ന് വേണമല്ലോ. എനിക്ക് അങ്ങനെ ഒരു ഡിമാൻഡും ഇല്ല. സൗന്ദര്യമോ സാമ്പത്തികമോ കുടുംബമോ ഒന്നും പ്രശ്നമല്ല. നമ്മുടെ വീട്ടിൽ വന്ന് കഴിയാൻ തയ്യാറുള്ള ഒരാള് അത്രേ വേണ്ടു. ഒരു മിനിറ്റ്. ഹലോ. അന്വേഷിക്കുന്നുണ്ട്. ഞാനേ ഒരു മീറ്റിംഗിലാ, ഞാൻ പിന്നെ വിളിക്കാം. ഇന്ന് രാവിലെ തുടങ്ങി ഇത് 3ാമത്തെ വിളിയ. ഭർത്താവുമായിട്ട് ഡിവോഴ്സ് നോട്ടീസ് കൊടുത്ത പെണ്ണ. ഡിവോഴ്സ് കിട്ടാൻ ഇനിയും 2-3 മാസം എടുക്കും. അപ്പോഴേക്കും ഒരു ചെറുക്കനെ കണ്ടെത്തി നിശ്ചയം നടത്തണമെന്ന് പെണ്ണിന് വാശി. ഇവിടെ ആദ്യ കെട്ടുകാർക്കും ആളെ കിട്ടാനില്ല. അപ്പോഴാ 2ാം കെട്ട്. ഇനി അതിന് ഒരു ഡിവോഴ്സ് ആയ ചെറുക്കനെ തപ്പണം. അപ്പൊ ശരി സുഭാഷ്, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. പേടിക്കാതിരിക്കേ, നമുക്ക് ശരിയാക്കാന്ന്. ഓക്കേ. അതെ, പൈസ ഫോണിലോട്ട് ഇട്ടേക്കണം. ഓക്കെ. എന്താണ് മോനെ, സ്വപ്നം കണ്ട് മതിയായില്ലേ? അവൾ എന്നെ തന്നെയല്ലേ നോക്കുന്നതെന്ന് എനിക്കൊരു സംശയം വന്നു. കുട്ടി കാണാൻ കൊള്ളാട്ടാ, എനിക്കൊക്കെയാണ്. സുധീഷൻ നോക്കിയാണോ? അങ്ങനല്ലടാ പറഞ്ഞേ. നീ ഈ കുട്ടിയെ ട്യൂൺ ചെയ്യണത് എനിക്കൊക്കെയാണെന്ന്. ഇയാളുടെ ചേട്ടനോടൊന്ന് സംസാരിക്കണം.